നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. PNC MAC ആൻഡ് LBS 2025 കേരള അഡ്മിഷൻ ആയിട്ട് ബന്ധപ്പെട്ട അലോട്ട്മെൻറ്റാണ്. ഈ അലോട്ട്മെൻറ്റിൽ ഇനി വരാൻ പോകുന്ന അലോട്ട്മെൻറ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. LBS അലോട്ട്മെൻറ്റിൽ വരാൻ പോകുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റ്, സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് LBSൽ ഫില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാരാമെഡിക്കൽ ഹെൽത്ത് സയൻസിൻ്റെ കോഴ്സുകളും അതുപോലെ നഴ്സിങ്ങിന് ഫില്ലാവുന്ന കോഴ്സിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്പോട്ട് അലോട്ട്മെൻറ്റ് സ്പോട്ടിൽ വെച്ച് നടത്തുന്ന അലോട്ട്മെൻറ്റാണ്. അതിൽ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കിട്ടാത്തവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ മാർക്ക് പ്രയോറിറ്റി അനുസരിച്ചും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയുടെ ഡിപ്പെൻസിലാണ് അഡ്മിഷൻ നടക്കുന്നത്. ഓരോ ഡിസ്ട്രിക്റ്റ് വൈസ് ആയിട്ടുള്ള സ്പോട്ടുകൾ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വരും അപ്ഡേഷനിൽ കിട്ടുന്നതാണ്. ഓൾസോ PNC MACൽ വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഇപ്പോൾ പ്രോസസ്സിങ് നടക്കുന്നത് തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ജോയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫൈനൽ കോളേജിൽ ജോയിനിങ്ങിൻ്റെ അപ്ഡേഷൻ ഗവൺമെൻറ്റിനെ അറിയിച്ച് ഗവൺമെൻറ് ഡിക്ലറേഷൻ നൽകി കഴിയുമ്പോൾ PNC MAC നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് ഡിക്ലെയർ ചെയ്യും. ആ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ എത്ര കുട്ടികൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയാനായിട്ടാണെങ്കിൽ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതിലിപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ നോർമൽ കോളേജിൽ 421, 422, 420ൽ വരുന്ന 3 കുട്ടികൾക്കാണ് കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ള വരാൻ പോകുന്ന പ്രീവിയസ് മാർക്കുള്ള കുട്ടികൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ, ഇതെങ്ങനെയാണ്, കോളേജ് എത്രത്തോളം സീറ്റ് ഫില്ലായി എന്നുള്ള വിവരങ്ങളെ പറ്റി അറിയാൻ വേണ്ടി കോൺടാക്റ്റ് ചെയ്യുക. ഓൾസോ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം ക്രോസ് ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിലവിൽ PNC MACൻ്റെ അണ്ടർടേക്കിങ്ങിൽ വരുന്ന ഓൾമോസ്റ്റ് കോളേജുകളെല്ലാം തന്നെ ഫില്ല് ആവാറാവും നിൽക്കുന്ന കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ആ ഒരു കോളേജിൽ നമുക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ 50% ഓഫ് സീറ്റ് LBSൻ്റെ അണ്ടറിലും ബാക്കി 50% ഓഫ് സീറ്റ് PNC MACൻ്റെ അണ്ടർടേക്കിങ്ങിലാണ് വരുന്നത്. അപ്പോൾ ആ പ്രസ്തുത കോളേജിൽ എത്ര സീറ്റ് ഫില്ലായി എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്കറിയാൻ സാധിക്കും. അപ്പോൾ കേരള സ്റ്റേറ്റിൻ്റെ അകത്ത് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ, സപ്പോസ് അവർക്ക് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള ഒരു തോന്നുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിരുത്സാഹപ്പെടേണ്ട. അവർക്ക് മെറിറ്റ് ഫീസിൽ നേഴ്സിംഗ് പഠിക്കാനുള്ള അവസരമുണ്ട്. ആ അവസരത്തെപ്പറ്റി അറിയാൻ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്കറിയാൻ സാധിക്കും. ഇനി ഇതുപോലെ തന്നെ കേരള സ്റ്റേറ്റിൻ്റെ പുറത്തുള്ള സ്റ്റേറ്റിൽ ഔട്ട്സൈഡ് കേരളയിലുള്ള സ്റ്റേറ്റ്സുകളിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ, എടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കോളേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റു കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ വേണ്ടി ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ കിട്ടുന്നതായിരിക്കും. ഓൾസോ ഇപ്പോൾ നിലവിൽ സാഹചര്യം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാരാമെഡിക്കൽ സയൻസിലെ സീറ്റുകളെല്ലാം ഇപ്പോൾ നിലവിൽ ഓരോ കോഴ്സും ഓരോ കോളേജിൽ എത്ര സീറ്റ് വീതം ഉണ്ട്, അതിൽ ഇൻടേക്ക് എത്രയാണ് സീറ്റ് വരുന്നത്, ആ ഇൻടേക്കിലേക്ക് എത്ര സീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഈ വെബ്സൈറ്റ് പരിശോധിച്ച് അറിയാൻ പറ്റും. അപ്പോൾ റിമൈനിങ് സീറ്റ് എത്രയാണെന്ന് കിട്ടും. ആ റിമൈനിങ് സീറ്റുകളിലേക്കായിരിക്കും ഇനി വരാൻ പോകുന്ന അലോട്ട്മെൻറ്റ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ എൻക്വയറി കാണുന്ന കോൺടാക്റ്റിൽ കോൺടാക്റ്റ് ചെയ്യുക.